ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1:05 രണ്ട് ചെറുപ്പക്കാർ ഗാലറിയിൽ നിന്ന് ലോകസഭയുടെ നടുത്തളത്തിലേക്ക് എടുത്തു ചാടി. അതിൽ രണ്ടുപേരെയും പിടിക്കപ്പെട്ടു. അവരെ പിടിക്കുന്നതിന് മുമ്പ് ആ ചാടിയ ചെറുപ്പക്കാരെ പിടിക്കാൻ ശ്രമിച്ച MP-മാരെ നേർക്ക് അവർ മഞ്ഞ കളറുള്ള സ്മോക്ക് സ്പ്രേ ചെയ്തു. പാർലമെൻറ്റിനകം മുഴുവൻ മഞ്ഞ കളറുള്ള സ്പ്രേ ചെയ്തതിനാൽ മഞ്ഞ കളർ കൊണ്ട് നിറഞ്ഞു നിന്നു. അതൊരു വിഷവാതകമായിരുന്നില്ല, നിരുത്തരകരമായ ചില സ്മോക്കായിരുന്നു അത്. സാധാരണ ഹോളി സമയത്തും ക്രിസ്മസ് സമയത്തുമൊക്കെ എല്ലാവരും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കളറുള്ള ചുവപ്പ് കളറും മഞ്ഞ കളറുമുള്ള ഒരു പുകയായിരുന്നു അത് വിഷാംശമായിരുന്നില്ല, അത് വിഷം കലർത്താമായിരുന്നു അവർക്ക് ചെയ്തില്ല. ഇവർ രണ്ടുപേരും ഗാലറിയിൽ നിന്ന് ചാടി. അത് മൈസൂരിലുള്ള ഒരാൾ മനോരഞ്ജൻ, മൈസൂർകാരനാണ്, അവിടുത്തെ BJP MP പ്രതാപ് സിംഗ് കൊടുത്ത പാസിലാണ് അകത്ത് കയറിയത്. ഏതായാലും അയാൾ മുകളിൽ നിന്ന് ഗാലറിയിൽ നിന്ന് 1:05 താഴേക്ക് ചാടിയത് അവിടുത്തെ MP-മാരുടെ കുഷനിട്ട സീറ്റിലേക്ക് തന്നെ ചാടി. വളരെ വൈദഗ്ധ്യത്തോടെയാണ് ആ ചാട്ടം. UP-കാരൻ, ലക്നൗക്കാരൻ ശർമ്മ, 25 വയസ്സ്. അയാൾ ചാടി. അയാൾ MP-മാരുടെ സീറ്റിൻ്റെ മുകളിൽ കൂടെ ചാടി സ്പീക്കറുടെ അടുത്തേക്ക് നീങ്ങി. പല MP-മാരും അയാളെ പിടിക്കാൻ ശ്രമിച്ചു, എങ്കിലും 4-5 മേശയ്ക്ക് അപ്പുറത്തോട്ട് അയാൾ ചാടിപ്പോയി. അവിടെയിട്ട് അയാളെ പിടിക്കുകയും ചെയ്തു. ഇതേസമയം മറ്റൊരാൾ ഇതുപോലെ ചാടി, അയാളെ സെക്യൂരിറ്റിക്കാർ പിടിക്കുകയും ചെയ്തു. ഈ രണ്ടുപേരെയും പിടിച്ച സമയത്ത് പാർലമെൻറ്റിന് വെളിയിൽ നീലമെന്ന 42 വയസ്സ് ഉണ്ടെന്ന് പറയുന്നു, 36കാരിയാണെന്നും പറയുന്നു, ഹരിയാനക്കാരി നീലം, അവരും ഇതുപോലെ സ്മോക്ക് വമിക്കുന്ന ആ ക്യാന് പൊട്ടിച്ച് അവരും പ്രതിഷേധം അറിയിച്ചു. അവർ ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചു. അവരുടെ കൂടെ മറ്റൊരു പയ്യനുണ്ടായിരുന്നു, അയാളും ഇതുപോലെ സ്മോക്ക് വമിക്കുന്ന ക്യാൻ പൊട്ടിച്ചു. അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെതിർത്തില്ല, രണ്ടുപേരും മുദ്രാവാക്യം വിളിച്ചു. അവർ ഭാരത് മാതാ കീ ജയ് എന്ന് തന്നെയാണ് വിളിച്ചത്. ഇവർ ഇപ്പം 7 പേരോളം ഈ കേസിനകത്ത് ഉൾപ്പെട്ടു എന്ന് പോലീസ് കണ്ടെത്തി. അതീവ സുരക്ഷിതയുള്ള പാർലമെൻറ്റ്, പുതിയ പാർലമെൻറ്റിൽ ഇവർ വളരെ ഈസി ആയിട്ട് അതിനകത്ത് കടന്നു കയറി എക്സ്പ്ലോഷനൊക്കെ നടത്താമായിരുന്നു, അവർക്ക് ചെയ്തില്ല. സമാധാനപരമായ ഒരു നീക്കമാണ് അവരിൽ നിന്നുണ്ടായത്. അവരെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ തടഞ്ഞില്ല, പകരം മുദ്രാവാക്യം വിളിക്കുന്നു. നമ്മൾ ആ രീതിയിൽ അറസ്റ്റ് ചെയ്യുമ്പം മുദ്രാവാക്യം വിളിക്കുന്ന നക്സലേറ്റുകാരെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം 4 പേര് അറസ്റ്റിൻ്റെ തുടർച്ചയായിട്ട് 2 പേര്. ഇവർക്ക് വാടകയ്ക്ക് റൂം കൊടുത്ത ഒരാളും അയാളുടെ ഭാര്യയും അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇവരാരും മൊബൈൽ ഫോൺ ആയിട്ട് പാർലമെൻറ്റിനകത്ത് വന്നിട്ടില്ല, അത് ഉപയോഗിച്ചിട്ടില്ല. ഇവരുടെ കയ്യിൽ ബാഗുകളൊന്നുമില്ല, ഓഫ് ഹാൻഡഡ് ആയിട്ടാണ് കയറിയിരിക്കുന്നത്. പക്ഷേ അവിടെ സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടായത് അവർ ചെരുപ്പിനടിയിൽ ഈ ക്യാൻ നിറച്ച അല്ലെങ്കിൽ സ്മോക്ക് നിറച്ച ഈ ക്യാന് ചെരുപ്പിനടിയിൽ സോക്സിനകത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കടത്തിക്കൊണ്ട് വന്നതെന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം. ഈ കേസിൻ്റെ അന്വേഷണം അവിടെ ഡൽഹി പോലീസും അവിടുത്തെ കമ്മീഷണറും CRP ആണ് പാർലമെൻറ്റ് ചുറ്റും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന CRPയുടെ തലവന്മാരും അതോടൊപ്പം IBയിലെ ആൾക്കാരും രംഗത്തെത്തിക്കഴിഞ്ഞു. അവർ അന്വേഷണം തുടങ്ങി. സ്പെഷ്യൽ ടീം ഇപ്പം ഡൽഹിയിൽ ഇതേപ്പറ്റി അന്വേഷിക്കുന്നു. 7 പേരുടെ ഇൻവോൾവ്മെൻ്റാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏകദേശം 22 വർഷം മുമ്പ് ഇതുപോലൊരു അക്രമം ഉണ്ടായി. 6-7 പേരെ വെടിവെച്ച് കൊന്നു. അവർ എക്സ്പ്ലോഷൻ നടത്തി, പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും. അതിന് സഹായിച്ച ഒരാളെ പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇവിടെ ഈ 7 പേരുടെ അവരെ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അവർ പരിചയപ്പെട്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം അറിയുന്നത്. അവർ ചണ്ഡീഗഡിലെ ഒരു എയർപോർട്ടുമായി സമരവുമായിട്ട് ബന്ധപ്പെട്ട്
1.5 വർഷം മുമ്പ് പരിചയപ്പെട്ടു. പിന്നെ അവർ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അവർ കൂടുതലും സംസാരിച്ചോ അടുത്തതും. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവർ ഡൽഹി തന്നെ ഉണ്ടായിരുന്നു. വാടകയ്ക്ക് വീടെടുത്ത് ഒരിടത്ത് താമസിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ഇപ്പം അതിശക്തമായ സെക്യൂരിറ്റി നമുക്കിവിടെ ഉണ്ട്. ആ സെക്യൂരിറ്റിയെ കടന്ന് അവർ പ്രവർത്തിച്ചത് അത് ഒരു എക്സ്പ്ലോഷൻ നടത്താനും ആയിരുന്നില്ല, അതേ സമയത്ത് ഒരു വാർണിംഗ് കൊടുക്കാനാണ്. ബുദ്ധിജീവികളുടെ വാർണിംഗ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇതിന് സമാനമായി അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ചില കമൻറ്റുകളും മറ്റും വായിച്ച് നിന്ന് മനസ്സിലാകുന്നത്, ജസ്റ്റിസ് ഫോർ ഭഗത് സിംഗ് എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അവർക്കുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ളതാണ്. ഭഗത് സിംഗിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം. നമുക്കറിയാം, ഭഗത് സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന 21 വയസ്സുകാരനായ ഭഗത് സിംഗിനെ നമ്മൾ ചെറുപ്പം മുതലേ ഇന്ത്യക്കാരെല്ലാവരും ഭഗത് സിംഗിനെ ആരാധിക്കുന്നു. ഭഗത് സിംഗിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അന്ന് കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നീക്കിയത് ഭഗത് സിംഗാണ്. 21 വയസ്സേ ഉള്ളൂ. 1907 പാകിസ്ഥാനിലെ ബംഗായിൽ ജനിച്ച പയ്യനാണ് ഭഗത് സിംഗ്. 1923 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു. ആ ഭഗത് സിംഗിൻ്റെ നാമധേയത്തിൽ ജസ്റ്റിസ് ഫോർ ഭഗത് സിംഗ് എന്ന് പറഞ്ഞാണ് അവരുടെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത്. വളരെ അധികം പ്രത്യേകതയുള്ളൊരു ഗ്രൂപ്പായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇത് ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു സമര മാർഗം തന്നെ. ഇത് അതിശക്തമായി രാജ്യത്ത് വേരൂന്നും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ വേരൂന്നിട്ടുണ്ടോ? ഇന്ത്യൻ സെക്യൂരിറ്റി തീർച്ചയായിട്ടും IBയും അതുപോലുള്ള സംഘടനകൾ ഇൻ്റലക്ച്വലായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റമായിട്ട് ഇത് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം നീലം എന്ന ഹരിയാനക്കാരി BA കഴിഞ്ഞ് MA കഴിഞ്ഞ് MPhilലും കഴിഞ്ഞ് ഇതുവരെ ജോലി ലഭിക്കാത്ത ഒരു വ്യക്തിയാണ്. അതിൻ്റെ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അവരില്ല. അവർ കർഷക സമരത്തിന് മുമ്പിലുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ ഇതരമായ ഒരു പാർട്ടിയാണ്. കർഷക സമരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തൊഴിലില്ലായ്മ അവരനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതേസമയത്ത് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് അവർ. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇന്ത്യയുടെ 4 ദിക്കിൽ നിന്നും വന്നവരാണ് ഇവർ. സൗത്തിൽ നിന്ന് ഷിൻഡെ മഹാരാഷ്ട്രക്കാരൻ, മൈസൂറുകാരൻ മനോരഞ്ജൻ, അതേസമയത്ത് UPക്കാരൻ ശർമ്മ, ഹരിയാനക്കാരി നീലം, വെസ്റ്റ് ബംഗാൾ ഷാ അല്ലെങ്കിൽ ഝാ എന്ന് പറയുന്ന ലളിത് ഝാ എന്ന അധ്യാപകൻ. അയാളാണ് ഇതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നതെന്ന് പറയും. ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു സമരമാർഗം തന്നെയാണിത്. ഇന്ത്യയുടെ ചെറുപ്പക്കാരുടെ മനസ്സ് എന്താണെന്ന് അധികാരത്തിലിരിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു പ്രവൃത്തി നടത്തിയെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒന്നും നടത്തില്ല. സെക്യൂരിറ്റി ഭേദിച്ച് അകത്ത് കയറി പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട MPമാരുടെയും അവരുടെ മുമ്പിൽ അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇന്ത്യ മുഴുവൻ അത് വാർത്തയായി, ലോകം മുഴുവൻ അത് വാർത്തയായി. കാരണം അതിശക്തമായ സെക്യൂരിറ്റി ആണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെന്നാണ് നാം പറഞ്ഞു കേട്ടിരിക്കുന്നത്. അങ്ങനെയല്ല എന്നിപ്പം മനസ്സിലായി. അവിടെ ഏതെങ്കിലും സെക്യൂരിറ്റി വിങ്ങിൽ ആരെങ്കിലും ഇവരോട് സിമ്പതൈസർ ആയിട്ടുള്ളവർ ഇവരെ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഇന്ത്യൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു മൂവ്മെൻറ്റാണ്. അത് ശക്തമായി അത് മുന്നോട്ട് വരും എന്നാണ് ഇത് മനസ്സിലാകുന്നത്. കാരണം 4 ഭാഗത്തും 4 റീജിയനിൽ നിന്നും ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഉള്ളവരാണ്. സിംബോളിക്കായിട്ടാണ് അവർ 4 പേരും ഈ ഒരു സമരമാർഗം സ്വീകരിച്ചത്. അവരെ താമസിച്ച വീട്ടിൻ്റെ ഉടമസ്ഥരെയും അയാളുടെ ഭാര്യയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലളിത് ഷാ അബ്സ്കോണ്ടിങ് ആണ്, അദ്ദേഹമാണ് ഇതിൻ്റെ ലീഡർ. ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം ഡീപ്പായി ഇവരുടെ വർക്കുകൾ പോയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു കാര്യം രാഷ്ട്രീയ നേതാക്കന്മാരും ഭരിക്കുന്നവരും കണക്കാക്കണം. കാരണം ഇവർ തൊഴിലില്ലാത്തവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. മൈസൂരിൽ നിന്നുള്ള മനോരഞ്ജൻ അയാൾ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. UP നിന്നുള്ള അയാൾ ഇലക്ട്രോണിക്സ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. അയാൾക്കും +2 വിദ്യാഭ്യാസമുണ്ട്. ഷിൻഡെയും അതുപോലെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അപ്പം
എല്ലാ റീജിയണൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇവരുടെ ഡിമാൻഡ് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയിലെ വിദ്യാഭ്യാസം നേടി വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ ചെറുപ്പക്കാർക്കും, എല്ലാ സ്റ്റേറ്റുകളിലും അവർക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ അതൊരു റെവല്യൂഷനിലേക്ക് പോകും എന്നാണ് ഒരു സിംറ്റമാണ് എനിക്കിതിൽ നിന്ന് തോന്നുന്നത്. അതൊരു ഇൻഡിക്കേഷനാണ്. രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉയർന്നു കഴിഞ്ഞു. അവിടുന്ന് വരുന്ന കുട്ടികൾ ജോലി ലഭിക്കുന്നില്ല. അവർ ഇന്ത്യക്ക് വെളിയിൽ പലരും പോകുന്നു. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കാരുടെ മക്കൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കാനുള്ള സംവിധാനത്തോടു കൂടി മാത്രമേ ഇനി എല്ലാ ഗവൺമെൻറ്റുകളും, എല്ലാ സ്റ്റേറ്റുകളിലുള്ള ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ് പ്രവർത്തിക്കാവുള്ളൂ. അതിനൊരു തക്കതായ ഒരു വാണിംഗ് തന്നെയാണ് ഇത്.